GSTയെക്കുറിച്ചുള്ള പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. GSTR 3Bയുടെ പുതിയ ഫോർമാറ്റ് പരിശോധിക്കുക. ബി. ഫിനാൻസ് ആക്ട് 2022 സെക്ഷൻ 110 വിജ്ഞാപനം ചെയ്തു. അതിനാൽ നികുതിദായകന് ഒരു GSTINൽ നിന്ന് മറ്റൊന്നിലേക്ക് CGST പണമായി, CGST അല്ലെങ്കിൽ IGST ആയി ഒരു പ്രത്യേക വ്യക്തിയായി PMT-09 കൈമാറാൻ കഴിയും. 2021 മുതൽ 22 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള GSTR 4 ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി 2022 ജൂലൈ 28 വരെ വൈകി ഫീസ് ഒഴിവാക്കി നീട്ടിയിരിക്കുന്നു. 2017 ജൂലൈ 1 GST അവതരിപ്പിച്ചു. എന്നാൽ അതിന്റെ പ്രക്രിയ വളരെക്കാലം മുമ്പേ ആരംഭിച്ചു. ഇന്ത്യയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി 2000 GST സ്വീകരിക്കുന്നതിനുള്ള ഒരു ആശയം അവതരിപ്പിച്ചു. 2004 വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ടാസ്ക് ഫോഴ്സ്. നിലവിലെ നികുതി ഘടനയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ പുതിയ നികുതി ഘടന നിലവിൽ വരേണ്ടതുണ്ടെന്നും കേൽക്കർ സൂചിപ്പിച്ചു. 2005 ധനമന്ത്രി പി. ചിദംബരം രാജ്യത്തുടനീളം ഏകീകൃത GST ഘടന നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. 2006 ധനമന്ത്രി GST രജിസ്ട്രേഷനുള്ള നടപടിക്രമം എന്താണ്? GSTയുടെ രജിസ്ട്രേഷൻ പ്രക്രിയ ഇപ്രകാരമാണ്. അപേക്ഷകർക്ക് https://cbug-gst.gov.in/ എന്നതിൽ GSTയ്ക്കായുള്ള ഓൺലൈൻ പോർട്ടലിൽ ഫയൽ ചെയ്യുന്നതിനൊപ്പം ഒരു GST നമ്പറിനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പോർട്ടൽ തൽക്ഷണം ഒരു ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ സ്റ്റാറ്റസ് സൃഷ്ടിക്കുന്നു. അപേക്ഷകർക്ക് അവരുടെ അപേക്ഷയുടെ നില പതിവായി പരിശോധിക്കാനും പോർട്ടലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സഹായം തേടാനും കഴിയും. ജനറേറ്റ് ചെയ്തതിനു ശേഷം GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും GSTINും ലഭിക്കുന്നതിന് 7 പ്രവൃത്തി ദിവസമെടുക്കും. എന്താണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ? GSTIN ചരക്ക് സേവന നികുതി ഐഡന്റിഫിക്കേഷൻ നമ്പർ GSTIN രജിസ്റ്റർ ചെയ്ത എല്ലാ നികുതിദായകർക്കും നൽകിയിട്ടുള്ള 15 അക്ക തിരിച്ചറിയൽ നമ്പറാണ്. GSTIN ഫോർമാറ്റ്. നമുക്ക് GSTINന്റെ ഒരു ഉദാഹരണം പരിഗണിക്കാം. 29BIT7814K1Z8. ഇവിടെ ആദ്യത്തെ 2 അക്കം സംസ്ഥാന കോഡ് സൂചിപ്പിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന കോഡ്, അതായത് 29, കർണാടകയുടെ ഒരു കോഡാണ്.